ഒരു നാഴികക്കല്ലായ നിമിഷം. ഞാൻ അൽഫ ഷാനവാസ്. ഞാൻ അജിന്ത്യ എസ് നായർ. ഈ ചടങ്ങ് നിർണായകമായതിനാൽ ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കുന്നതിന് ഞങ്ങൾ ആവേശഭരിതരാണ്. വിശിഷ്ടാതിഥികളെയും സദസ്സിനെയും സ്വാഗതം ചെയ്യുന്നതിനായി അശോക എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ സുധാ മാമിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി മാറുന്ന പാഠ്യപദ്ധതിക്ക് അനുസരിച്ച് പ്ലേ ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 2000-ഓളം കുട്ടികൾ വിജയകരമായി BRM സ്കൂളിൽ പഠിച്ചു വരികയാണ്. കൊട്ടാരക്കരയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഈ കൊട്ടാരക്കരയിൽ സമീപ പ്രദേശമുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി തന്റെ വരുമാനത്തിന്റെ, തന്റെ അധ്വാനത്തിന്റെ ഒരു ഭാഗം സ്കൂളുകൾ സ്ഥാപിച്ച് അതിനുവേണ്ടി ചെലവഴിക്കാൻ നേതൃത്വപരമായി പങ്കുവഹിച്ച് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ BRM വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ അശോക സാറിനെയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ഈ BRMസിന്റെ ടെക്നിക്കൽ ശില്പി എന്ന് പറഞ്ഞ അശോക സാറാണ്. ആ അശോക സാറിന്റെ പരമ്പര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടെ കൊട്ടാരക്കരയിൽ പ്ലേ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. LKG UKG ഉൾപ്പെടെ തുടങ്ങുന്നു. ഇത് ഫൗണ്ടേഷൻ സെഷനായി. ഫൗണ്ടേഷൻ സെഷൻ എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് ചേരുന്നതാണ്. ഫൗണ്ടേഷൻ സെഷനായി 5 വർഷത്തെ നല്ല വിദ്യാഭ്യാസം BRMൽ കൊടുക്കുന്ന അതേപോലെ, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ബിൽഡിംഗ് ആണ്, അതിലും മികച്ച രീതിയിൽ കൂടുതൽ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാൻ ഉറപ്പായി നമുക്ക് കഴിയും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും, അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അശോകൻ സാറിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. BRMന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, പിന്നെ ഞങ്ങൾക്ക് ഈ മനോഹരമായ കെട്ടിടം പണിതു തന്ന ലൈഫ് ലേക്ക് ജയേഷ്, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്ന എല്ലാ ആളുകൾക്കും BRMന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളെ ഈ BRM കുടുംബാംഗങ്ങളോട് പറയുന്നത്, ഈ ഒരു പ്രസ്ഥാനം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കൊട്ടാരക്കരയിലും പരിസര പ്രദേശത്തുമുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നതിനാവശ്യമായുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഉദ്യാനിന്റെ ജൈത്രയാത്രയിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഉദ്ഘാടന മഹാമഹം ദേശീയ ഗാനത്തോടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം